പ്രിയമുള്ളവരെ, ഇന്നലെ വാൽപ്പാറയിൽ ഉണ്ടായ അപകടത്തിൽ മരണമടഞ്ഞ മലപ്പുറം ജില്ലയിലെ പാങ് GLPSലെ അധ്യാപകർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഇത്തരം അപകടങ്ങൾ നമ്മളെ പിടിച്ചുലയ്ക്കുന്നതാണ്. ഒരു സ്കൂളിലെ ഒരധ്യാപകനെ മാറ്റി നിർത്തിയാൽ ബാക്കി മുഴുവൻ പേരും ഒറ്റ രാത്രി കൊണ്ട് അപ്രത്യക്ഷമായി പോയ ദാരുണമായ അപകടമാണ് ഇന്നലെ നടന്നത്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് ആ സ്കൂളിൻ്റെ പരിസര പ്രദേശങ്ങളിൽ ആ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ, ആ പഠിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾ, ഇവരെയൊക്കെ മാനസികമായി ബാധിക്കുന്ന ഒരു ദുരന്തമാണ് ഉണ്ടായിട്ടുള്ളത്. ആ ദുരന്തത്തിൻ്റെ വ്യാപ്തിയിൽ നിന്ന് ആ കുടുംബങ്ങളും ആ വിദ്യാർത്ഥികളും ആ നാട്ടുകാരും എങ്ങനെയാണ് മറികടക്കുക എന്ന് അല്പം വ്യസനത്തോടെ ആലോചിക്കാൻ കഴിയും. എന്നാൽ ആ ദുരന്ത ഓർമ്മകളിൽ നിന്ന് അതിവേഗം അവർക്ക് മറികടക്കാൻ കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ആശംസയോടൊപ്പം തന്നെ അതിനു വേണ്ടിയിട്ടുള്ള കൃത്യമായ ആസൂത്രണങ്ങളും അനിവാര്യമാണ്. അതിന്ന് വിദ്യാഭ്യാസ മന്ത്രി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ സ്കൂളിലേക്ക് മുഴുവൻ അധ്യാപകരെയും എത്രയും പെട്ടെന്ന് നിയമിക്കുമെന്നും സ്കൂൾ കുട്ടികൾക്ക് മതിയായ കൗൺസിലിംഗ് ലഭ്യമാക്കുമെന്നൊക്കെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. ഈ ദുരന്തത്തെ മറികടക്കാൻ അല്ലെങ്കിൽ ആ ദുരന്തത്തിൻ്റെ വ്യാപ്തിയിൽ നിന്ന് പുറത്തു കടക്കാൻ നമ്മളെ സഹായിക്കുന്ന വളരെ പോസിറ്റീവായിട്ടുള്ള നീക്കങ്ങളായിട്ടാണ് നമ്മൾ കാണുന്നത്. അതേസമയം തന്നെ ഒരു ദുരന്തമുഖത്ത് പോലും വർഗീയതയും വംശീയതയും ഛർദ്ദിക്കാൻ കഴിയുന്ന മനുഷ്യരുടെ ഇടയ്ക്കാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളത് നമ്മളെ അല്പം ഭയപ്പെടുത്തേണ്ടത് തന്നെയാണ്. ഒരു ദുരന്തമുഖത്തല്ല നിങ്ങൾ ഒരു മതത്തിൻ്റെ യുക്തിഭദ്രത ചർച്ച ചെയ്യേണ്ടത്. ആ മതത്തിൻ്റെ പരലോക ദർശനങ്ങളെക്കുറിച്ചും കൂറിമാരെക്കുറിച്ചും ഹൂറന്മാരെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യേണ്ടത് നിങ്ങളൊരു ദുരന്തമുഖത്തല്ല. അതൊരു യുക്തിവാദി സംവാദ സദസ്സിൽ നിങ്ങൾക്ക് ചർച്ച ചെയ്യാം. അതിനപ്പുറത്ത് ദുരന്തമുഖത്ത് അത്തരം ചർച്ചയുമായി എത്തുന്നവൻ മനുഷ്യനല്ല. അത്തരം രഘുരാമന്മാരുടെ കാലത്ത് ജീവിക്കേണ്ടി വരിക എന്നുള്ളത് വലിയൊരു ദുര്യോഗം തന്നെയാണ്. അപ്പം നമ്മുടെ രാജ്യത്ത് വളർന്നു വരുന്ന വംശീയ രാഷ്ട്രീയത്തിൻ്റെ ബീജങ്ങൾ എത്ര ആഴത്തിൽ ഈ മണ്ണിൽ പതിച്ചു എന്നതിൻ്റെ സിംറ്റംസാണ് ഇത്തരം മനുഷ്യർ. ഇത്തരം രഘുരാമന്മാർ എന്ന് പറഞ്ഞാൽ ആ വംശീയ രാഷ്ട്രീയത്തിൻ്റെ വേര് എത്രമാത്രം വേരാഴ്ത്തി എന്നതിൻ്റെ അടയാളങ്ങളാണ്. ഇത്തരം മനുഷ്യരുടെ എണ്ണങ്ങൾ സമൂഹത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയുള്ളൂ, കുറയില്ല. മാനവികതയുടെ രാഷ്ട്രീയം സമൂഹത്തിൽ, രാഷ്ട്രീയ സംവാദങ്ങൾ സമൂഹത്തിൽ നിന്ന് അപ്രത്യക്ഷമാകുന്ന കാലഘട്ടത്തിൽ ഇത്തരം പ്രതിലോമ ശക്തികൾ ആ സ്ഥാനത്തേക്ക് കയറി വരുമെന്നുള്ള ഉറപ്പാണ്. നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത് മാനവികതയുടെ, സ്നേഹത്തിൻ്റെ, പാരസ്പര്യത്തിൻ്റെ, സഹവർത്തിത്വത്തിൻ്റെ ആ ഒരു സാംസ്കാരിക ഭൂമികയാണ്, അല്ലെങ്കിൽ ആ ഒരു സാമൂഹിക ജീവിതമാണ് പതിയെ നമ്മളിൽ നിന്ന് അകന്നു മാറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരം ശബ്ദങ്ങൾക്ക് നമുക്കിടയിലേക്ക് കടന്നു കയറാൻ കഴിയുന്നത്. ഇത് ഒരു വലിയ പ്രശ്നം തന്നെയാണ്. അപ്പോൾ ഇത്തരം ശബ്ദങ്ങളെ പിന്തുണയ്ക്കുന്നവരുണ്ടാകും സമൂഹത്തിൽ, അതിന് കൈയടിക്കുന്നവരുണ്ടാകും, ഒരു ദുരന്ത വാർത്തയ്ക്ക് സ്മൈലി ചിഹ്നങ്ങൾ ഇടുന്നവരുണ്ടാകും. ഇതെല്ലാം തന്നെ ഒരു പൊതുവായ വംശീയ വെറിയുടെ രാഷ്ട്രീയത്തിൻ്റെ വ്യത്യസ്തങ്ങളായ സൂചകങ്ങളാണ്.
എന്നാൽ മലപ്പുറം ജില്ല സവിശേഷമായി ഇത്തരം വംശീയ വെറികളെ മറികടന്ന നിരവധി സന്ദർഭങ്ങൾ. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം കോഴിക്കോട് വിമാനത്താവളത്തിലുണ്ടായ വിമാന അപകടമാണ്. ഞാൻ എപ്പോഴും ആളുകളോട് സംസാരിക്കാറുണ്ട്, അന്ന് അപകടം പറ്റിയ മനുഷ്യരെ വഹിച്ചു കൊണ്ടുപോയ കാറുകൾ, വില കൂടിയ കാറുകൾ, ആ കാറുകളിൽ രക്തം പടരുമോ, അതുകൊണ്ട് ആ കാറുകളുടെ അകം വൃത്തിഹീനമാകുമോ, ഇത്തരം ചിന്തകൾ ഏതുമില്ലാതെ ഓരോ അപകടം പറ്റിയ മനുഷ്യനെയും വഹിച്ചുകൊണ്ട് കോഴിക്കോട് നഗരത്തിലെ പ്രധാനപ്പെട്ട ആശുപത്രികളിലേക്ക് ഓടിയ ആ കാറുകൾക്ക് പിറകിലുള്ള ഉടമസ്ഥർ, മനുഷ്യർ മലപ്പുറം ജില്ലയിലെ കരുണയുടെയും സാഹോദര്യത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും വലിയ അടയാളങ്ങളെ എക്കാലത്തും കൊണ്ടാടപ്പെടും. അപ്പം അത്തരം മനുഷ്യർ ജീവിക്കുന്ന, നമ്മൾ സങ്കുചിത മതവിശ്വാസങ്ങളെ മാറ്റി നിർത്തിയാൽ, അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങളെ മാറ്റി നിർത്തിയാൽ, ഇത്തരം മനുഷ്യർ ജീവിക്കുന്ന ഒരു വലിയ മണ്ണാണ് മലപ്പുറം എന്നുള്ളത്. ഇപ്പം ഈ ടൂറിസ്റ്റ് അല്ലെങ്കിൽ ഈ വിനോദയാത്രാ സംഘത്തിൽ പോലും മതപരമായ ബഹുസ്വരതയുണ്ട്. ഈ ബഹുസ്വരതയെ പോലും മാനിക്കാതെയാണ് ചില വംശീയവാദികൾ എന്ത് ചെയ്യുന്നത്, ഇതിനെതിരെ ഈ വിദ്വേഷം എന്ത് ചെയ്യുന്നത്, ഒരു ദുരന്ത മുഖത്ത് പോലും വിദ്വേഷം പ്രസരിപ്പിക്കുന്നതെന്ന് അറിയുമ്പോഴാണ് നമുക്കതിൻ്റെ ഒരു പ്രദേശത്തെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതസ്വത്വത്തെ വികൃതമായി ചിത്രീകരിക്കുക എന്നുള്ളത് അതിൻ്റെ ഒരു മാനവികത രാഹിത്യം. അതാണ് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിച്ചത്. മലപ്പുറം ജില്ലയുടെ രാഷ്ട്രീയത്തെ, സാമുദായിക രാഷ്ട്രീയത്തെ, സ്വത്ത് രാഷ്ട്രീയത്തെ ഒക്കെ വളരെ കഠിനമായിട്ട് എതിർക്കുന്ന ഒരാളാണ് ഞാൻ. എന്നാൽ ഈ മണ്ണിനോട്, ഇവിടുത്തെ മനുഷ്യരോട്, ആ മനുഷ്യരെക്കുറിച്ചുള്ള എൻ്റെ കാഴ്ചപ്പാടുകളോട് ഒരു മാറ്റവുമില്ല. അത് അത്യന്തം സത്യസന്ധമായി ഒന്നാണ്. അത് ആത്മാർത്ഥമായിട്ട് ഞാൻ എൻ്റെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ രാഷ്ട്രീയത്തിലെ ചില സ്ഥാപിത താല്പര്യങ്ങളുടെ കൊണ്ടാടലുകളോട് അതികണിശമായ വിമർശനം എനിക്കുണ്ട്. അത് തുറന്നു പറയാൻ ഞാൻ മടിക്കാറുമില്ല. ഞാൻ തുറന്നു പറയാറുണ്ട്. അത്തരം വിമർശനങ്ങൾ വ്യക്തികളുടെ മുഖത്ത് നോക്കിയാലും, അതൊരു സംഘടനയുടെ മുഖത്ത് നോക്കിയാലും അത് പറയാനുള്ള മടി ഉണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെ ഞാനത് പറയാറുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഇത്തരം രഘുരാമന്മാർ ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മൾ ദുരന്തത്തിൽ പെടുന്ന മനുഷ്യരോട്, അവരുടെ കുടുംബാംഗങ്ങളോട്, ആ ദുരന്തത്തിൽ വേദനിക്കുന്ന മനുഷ്യരോട് ഐക്യപ്പെട്ട് നിന്നിട്ടില്ലെങ്കിൽ നമ്മളൊന്നും മനുഷ്യരാണ് എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഇത് പറയാനാണ് ഇന്നത്തെ ഹ്രസ്വ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ.